നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അഡ്മിഷൻ ഓഫ് പാർട്ട്ണറുമായി ബന്ധപ്പെട്ട് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുന്നതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ആ ന്യൂ റേഷ്യോയെ കുറിച്ച് പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് പല രീതിയിലുള്ള സിറ്റുവേഷൻസിൽ പല തരത്തിൽ റേഷ്യോസ് കണ്ടുപിടിക്കേണ്ടി വരാം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതിൽ ആദ്യത്തെ ഒരു കേസ്, ഈ കേസിൽ പറഞ്ഞിരിക്കുന്നത് വെൻ ഓൾഡ് റേഷ്യോ ആൻഡ് ദ ന്യൂ പാർട്ട്നേഴ്സ് ഷെയർ ആർ ഓൺലി ഗിവൻ, അല്ലെങ്കിൽ പഴയ പങ്കാളിയുടെ അനുപാതവും പുതിയ പങ്കാളിയുടെ ലാഭവിഹിതവും മാത്രം നൽകുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യം തന്നിട്ടുണ്ടാവുള്ളൂ. ഓൾഡ് പാർട്ട്നേഴ്സിന്, അതായത് പഴയ പങ്കാളികൾക്ക് അവരുടെ ഓൾഡ് റേഷ്യോ എന്തായിരുന്നു, പിന്നെ പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്തു, അയാൾക്ക് ഇത്ര ഷെയർ നൽകുന്നു. ഈ കാര്യം മാത്രം പറയുകയാണെങ്കിൽ നമ്മളെങ്ങനെയാണ് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുക? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിൽ A and B are partners sharing profits in the ratio of 3:2. എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. അവരാണ് ഇപ്പോൾ നിലവിലുള്ള പാർട്ട്നേഴ്സ്. നമുക്ക് ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് വിളിക്കാം. എയും ബി ആണ് ഓൾഡ് പാർട്ട്നേഴ്സ്. അവരുടെ ഓൾഡ് റേഷ്യോ 3:2 ആണ്. പഴയ റേഷ്യോ 3:2 ആയിരുന്നു. ദേ അഡ്മിറ്റ് സി ആസ് എ ന്യൂ പാർട്ട്ണർ. പുതിയ ഒരാളെ അവർ അഡ്മിറ്റ് ചെയ്യുന്നു. സി എന്നുള്ള ഒരാളെ പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നു. ഫോർ 1/5 ഷെയർ, 1/5 ഷെയർ ആണ് സിക്ക് നൽകുന്നത്. അതാരും എങ്ങനെ നൽകുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. 1/5 ഷെയർ സിക്ക് നൽകുന്നെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻ ദ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ദ ഫേം, ഭാവിയിൽ ഫേമിൻ്റെ ഭാവിയിലെ പ്രോഫിറ്റിൽ 1/5 ഷെയർ സിക്ക് നൽകുന്നുണ്ട്. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് എ ബി ആൻഡ് സി. എ ബി ആൻഡ് സിയുടെ പുതിയ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുന്നു. എ ആൻഡ് ബി ഓൾഡ് പാർട്ട്നേഴ്സ് ആണ്. ഓൾഡ് റേഷ്യോ 3:2 ആണ്. സി ആണ് പുതിയ പാർട്ട്ണർ. സിയുടെ ഷെയർ 1/5 ആണ്. ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുത്തത് ആവശ്യമുള്ളത് മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എടുത്ത് എഴുതാം. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടും അതെടുത്ത് എഴുതുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിയതാണ്. ഓൾഡ് പാർട്ട്നേഴ്സ് എ ആൻഡ് ബി ആണ്. അവരുടെ റേഷ്യോ 3:2. ന്യൂ പാർട്ട്ണർ സി ആണ്. അയാളുടെ ഷെയർ 1/5. ഇത്രയും കാര്യങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. മറ്റുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഇനി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആകെ ഷെയറിൽ നമുക്ക് ആകെ ലാഭത്തിൻ്റെ 1/5 ഭാഗം ആർക്ക് നൽകി? സിക്ക് നൽകി. ആകെ ഷെയറിൽ 1/5 ഭാഗം സിക്ക് നൽകി. ഇനി ബാക്കിയുള്ളതാണ് ആർക്ക് കിട്ടുക? എ ആൻഡ് ബിക്ക് കിട്ടുക. പഴയ റേഷ്യോയുടെ കാര്യം വിട്ടേക്കുക. നമുക്കിനി പുതിയ റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. പുതിയ റേഷ്യോയിൽ ആകെ ലാഭത്തിൻ്റെ 1/5 ഭാഗം ആർക്ക് നൽകിയിട്ടുണ്ട്? സിക്ക് നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗമാണ് ഇനി ആർക്ക് കിട്ടുക? എ ആൻഡ് ബിക്ക് കിട്ടുക. അപ്പോൾ ബാക്കി എത്രയുണ്ടെന്നുള്ളത് അറിയണം. ആകെ ലാഭത്തിൻ്റെ 1/5 ഭാഗം സിക്ക് നൽകി കഴിഞ്ഞാൽ എക്കും ബിക്കുമായിട്ട് ഇനി ബാക്കിയുള്ളത് എത്ര? അത് കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ടോട്ടൽ ഓഫ് ഓൾ റേഷ്യോസ് എല്ലാം കൂടി ആഡ് ചെയ്യുക. അല്ലെങ്കിൽ റേഷ്യോയുടെ തുക എന്ന് വെച്ചാൽ എല്ലാ റേഷ്യോയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആകെ ലാഭം അല്ലെങ്കിൽ ആകെ റേഷ്യോ എന്ന് വെച്ചാൽ എപ്പോഴും 1 ആയിരിക്കും. ടോട്ടൽ ഓഫ് റേഷ്യോസ് എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ 1 ആണ് ആകെ ലാഭം. അതിൽ നിന്നും സിക്ക് നൽകിയത് കുറയ്ക്കുക. സിക്ക് നൽകിയത് എത്രയാണ്? 1/5 ഭാഗം കുറയ്ക്കുക. അപ്പോൾ 1 എന്നുള്ള ആകെ ലാഭത്തിൽ നിന്നും സിക്ക് നൽകിയ 1/5 ഭാഗം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിമൈനിങ് ഷെയർ കിട്ടും. ബാക്കിയുള്ളത് ഷെയർ കിട്ടും. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? 1 - 1/5. അപ്പോൾ ഒന്ന് പൂർണ്ണസംഖ്യയാണ്, മറ്റൊന്ന് ഭിന്നസംഖ്യയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കുറയ്ക്കുക? 1 - 1/5 എന്ന് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? താഴെ ഡിനോമിനേറ്ററായിട്ട് 5 ആണ്, മുകളിൽ നോമിനേറ്റർ ഉള്ളത് 1 ആണ്. അപ്പോൾ 5 - 1 ചെയ്തിട്ട് /5 ചെയ്താൽ മതി. 1 നിന്നും 1/5 കുറയ്ക്കാനുള്ള എളുപ്പ വഴിയാണ്. താഴെ കിടക്കുന്ന 5 നിന്നും മുകളിലുള്ള 1 മൈനസ് ചെയ്യുക, /5 ഇടുക. അപ്പോൾ 5 - 1 /5 ഇട്ട് കഴിഞ്ഞാൽ 4/5. ഇതിൽ ശരിക്കും മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് 1-2 സ്റ്റെപ്പും കൂടി ഉണ്ടാവും. നമുക്ക് അത്രയും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 - 1/5 ചെയ്യാൻ ഏറ്റവും എളുപ്പ വഴി താഴെയുള്ള 5 - 1 /5 ഇട്ടാൽ മതി. അങ്ങനെ അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4/5 ഭാഗം. അപ്പോൾ ആകെയുള്ള ഷെയറിൽ നിന്നും 1/5 ഭാഗം സിക്ക് നൽകി കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളത് 4/5 ഭാഗമാണ്. ഇതെങ്ങനെയാണ് എയും ബിയും ഷെയർ ചെയ്യേണ്ടത്? ആകെ 3 പേരാണ് ഷെയർ ചെയ്യേണ്ടത്, എ ബി ആൻഡ് സി. അതിൽ സിയുടെ ഷെയർ നമുക്കറിയാം 1/5 ആണ്.
സിയുടെ ഷെയർ 1/5 കൊടുത്താൽ ബാക്കി 4/5 ഭാഗം എക്കും ബിക്കും കൂടി ഉള്ളതാണ്. അതെങ്ങനെയാണ് അവർ ഷെയർ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഈ 4/5 ഭാഗത്തിന് എയുടെയും ബിയുടെയും പഴയ റേഷ്യോയിൽ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എയുടെയും ബിയുടെയും ഓൾഡ് റേഷ്യോ എന്താണ്? 3:2 അപ്പോൾ 4/5 എന്ത് ചെയ്യണം, അവരുടെ ഓൾഡ് റേഷ്യോ ആയിട്ടുള്ള 3:2 എന്ന റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യം എക്ക് കിട്ടുന്ന എത്രയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ 4/5 ഭാഗത്തിന് ഷെയർഡ് ബൈ എ ആൻഡ് ബി ഇൻ ദെയർ ഓൾഡ് റേഷ്യോ. 4/5 എയും ബിയും അവരുടെ ഓൾഡ് റേഷ്യോയിൽ ഷെയർ ചെയ്യണം. അത് നമ്മളെ തീരുമാനം അതാണ്, നമ്മളത് എഴുതി വെച്ചു. ഇനി നമുക്ക് എക്കും ബിക്കും എത്ര കിട്ടുക എന്നുള്ളത് നോക്കാം. ആദ്യം എയുടെ ഷെയർ, എയുടെ ന്യൂ ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4/5 3/5 ഭാഗം 4/5 ബാക്കിയുള്ളത്. അതിൽ എയുടെ പഴയ ഷെയർ 3/5. അപ്പോൾ 3/5 ഓഫ് 4/5. അത് അങ്ങോട്ട് മാറ്റി എഴുതിയാലും കുഴപ്പമില്ല. 3/5 ഭാഗം ആർക്ക് കിട്ടും? എക്ക് കിട്ടും. 4/5 3/5 ഭാഗമാണ് ആർക്ക് കിട്ടുക? എക്ക് കിട്ടുക. അപ്പോൾ ഇത് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും കൂടി മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 4/5 3/5 ഭാഗം 4/5 3/5 അറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, രണ്ടും കൂടി മൾട്ടിപ്പിൾ ചെയ്താൽ മതി. രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്പിൾ ചെയ്താൽ മതി. മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുക? രണ്ട് ഭിന്നസംഖ്യകൾ മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുക? മുകളിലുള്ള രണ്ട് സംഖ്യയും കൂടി മൾട്ടിപ്ലൈ ചെയ്തതും താഴെയുള്ള രണ്ടെണ്ണം കൂടി മൾട്ടിപ്ലൈ ചെയ്തും, രണ്ട് നോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യും, രണ്ട് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ രണ്ട് അംശങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, രണ്ട് ഛേദങ്ങൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 3 × 4 ചെയ്താൽ കിട്ടുന്നത് 12, താഴെ 5 × 5 ചെയ്താൽ കിട്ടുന്നത് 25. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, എയും ബിയും പഴയ പാർട്ട്നേഴ്സായിരുന്നു. അവരുടെ ഓൾഡ് റേഷ്യോ 3:2 ആണ്. സി എന്നുള്ള ഒരാളെ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്തു. അയാൾക്ക് 1/5 ഭാഗം കൊടുത്തു. ബാക്കി 4/5 ഭാഗമുണ്ട്. അതെന്ത് ചെയ്തു, എയും ബിയും അവരുടെ പഴയ റേഷ്യോ ആയിട്ടുള്ള 3:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ 4/5 3/5 എയുടെ ഭാഗം 3:2 എന്ന് വെച്ചാൽ എയുടെ ഷെയർ 3/5 ആണ്. അപ്പോൾ 4/5 3/5 ഭാഗം, അതായത് 3/5 ഓഫ് 4/5 അത് കിട്ടുന്നത് എക്ക് കിട്ടും. അപ്പോൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യാൻ 3/5 × 4/5 ചെയ്ത് കഴിഞ്ഞാൽ 3ഉം 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു, 5 കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 12/25 കിട്ടി. ഇനി ഇതേപോലെ ആരുടെയും കൂടി കണ്ടുപിടിക്കണം, ബിയുടെയും കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ ബിയുടെ ഷെയർ ആണെങ്കിൽ ഇവിടെ എന്ത് മാറ്റം വരും? എയുടെ 3/5 ആയിരുന്നു, 3/5 വരും. ബിക്ക് എത്രയാണ് ഉള്ളത്? അവരുടെ ഓൾഡ് റേഷ്യോയിൽ 3:2 അല്ലേ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ബിയുടെ റേഷ്യോ 3/5 എന്നുള്ളതിന് പകരം 2/5 എന്ന് ആവും. അപ്പോൾ ബിക്ക് കിട്ടുന്നത് 2/5 ഓഫ് 4/5. 4/5 2/5 ഭാഗം ആർക്ക് കിട്ടും? ബിക്ക് കിട്ടും. ഇപ്പോൾ രണ്ടും കൂടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2ഉം 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 കിട്ടും. 5 കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ 25 കിട്ടും. അപ്പോൾ ബിയുടെ ന്യൂ ഷെയർ 8/25 ആണ്. എയുടെ പുതിയ ഷെയർ 12/25 ആണ്. ഇനി നമുക്ക് സിയുടെ ഷെയർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സിയുടെ ഷെയർ എത്രയാണ്? 1/5 ഭാഗമാണ് സിയുടെ ഷെയർ. ഇനി നമുക്കിത് ഒരു റേഷ്യോ ആയിട്ട് എഴുതുന്ന സമയത്ത് എയുടെ ഷെയർ 12/25, ബിയുടെ ഷെയർ 8/25, സിയുടെ വരുന്ന സമയത്ത് 1/5. റേഷ്യോ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എല്ലാത്തിൻ്റെയും ഛേദം, അതായത് ഡിനോമിനേറ്റർ താഴെയുള്ള സംഖ്യ ഈക്വൽ ആയിരിക്കണം. ഇവിടെ എയുടെയും ബിയുടെയും നമ്മുടെ ഷെയറിൽ താഴെയുള്ള സംഖ്യ നോക്കിയ സമയത്ത് 25, ബിയുടെയും 25 ആണ്. സിയുടെ വരുന്ന സമയത്ത് 5 ആണ്. ഈ 5നെ നമുക്ക് എന്ത് ചെയ്യണം? 25 ആക്കി മാറ്റണം. അപ്പോൾ 5നെ 25 ആക്കി മാറ്റുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷനിലൂടെയാണ് മാറ്റേണ്ടത്. അപ്പോൾ 5നെ 25 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമുക്കറിയാം, 5നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 25 ആവും. അപ്പോൾ ഒരു ഭിന്നസംഖ്യയിൽ ഏതെങ്കിലും ഒരു സംഖ്യയെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതേപോലെ എന്ത് ചെയ്യണം? മറ്റു സംഖ്യയും ചെയ്യണം. അപ്പോൾ താഴെയുള്ള 5നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? മുകളിലുള്ള 1നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സിയുടെ ഷെയർ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. സിയുടെ ഷെയർ അഡ്ജസ്റ്റ് ചെയ്യുന്നു. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനെന്ന് പറഞ്ഞു. എന്തിനാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അതിൻ്റെ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട്, ഡിനോമിനേറ്റർ മറ്റുള്ളവരെ പോലെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 5 കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അതേ 5 കൊണ്ട് നമ്മൾ എവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം, മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? 5/25 കിട്ടി. അപ്പോൾ ഈ 3 പേരുടെയും ഡിനോമിനേറ്റർ ഈക്വലായി. ഇനി നമ്മൾ കണ്ടുപിടിച്ച റേഷ്യോ ശരിയാണോ എന്നറിയാൻ ഒരു വഴിയുണ്ട്.
മുകളിലുള്ള 3 സംഖ്യയും തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. റേഷ്യോയുടെ എന്താണ് നമ്മുടെ ഭിന്നസംഖ്യയുടെ മുകളിലുള്ള 3 സംഖ്യാസ്, അതായത് നോമിനേറ്റേഴ്സ് അല്ലെങ്കിൽ അംശം. നമുക്ക് എന്ത് ചെയ്യാം, 3 നമുക്ക് നമ്മൾ ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 12 + 8 + 5, 12 + 8 20, 20 + 5 25. അപ്പോൾ മുകളിലുള്ള സംഖ്യ എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം നമുക്ക് കിട്ടണം. അപ്പോൾ 3 നോമിനേറ്റേഴ്സും നമ്മൾ ആഡ് ചെയ്ത സമയത്ത് 12, 12 + 8 + 5 25 കിട്ടുന്നത്. 25 തന്നെയാണ് നമ്മുടെ ഡിനോമിനേറ്ററും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത റേഷ്യോ ശരിയാണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ റേഷ്യോ എഴുതാൻ പോവുകയാണ്. ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് എ, ബി ആൻഡ് സി. എ ബി സിയുടെ പുതിയ റേഷ്യോ 12/25 8/25 5/25. ഇപ്പോൾ 3ൻ്റെയും ഛേദം തുല്യമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ താഴെയുള്ള 25 എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം. നമുക്ക് എങ്ങനെ എഴുതാം, 12:8:5. 12:8:5. ഇതാണ് എ, ബി ആൻഡ് സിയുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുപാട് നമ്മൾ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, 1-2 പ്രാവശ്യം കാണുക. കണ്ടതിന് ശേഷം ഈ കാൽക്കുലേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്ത് ചെയ്യുക, റേഷ്യോയുടെ കാൽക്കുലേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി വയ്ക്കുക, നോട്ടുകൾ തയ്യാറാക്കി വയ്ക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക.